പഴയകാല ഓർമ്മകൾ ഉണർത്തണം അല്ലാന്നുണ്ടെങ്കിൽ പലരും മറന്നുപോയൊരു കറി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കായത്തൊലിയും പയറാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കായത്തൊലിയും വൻപയറും കൂടി ചേർന്നിട്ടുള്ള ഉപ്പേരിക്കറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വൻപയർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 4 മണിക്കൂറാണ് കേട്ടോ കുതിർത്തി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഓവർനൈറ്റ് ആണെന്നുണ്ടെങ്കിലും കുതിർത്തിയെടുക്കാം. ഇതിപ്പോൾ വീർത്ത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 4 നേന്ത്രക്കായാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ തൊലിയാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ ഈ ഒരു കറിയിൽ ഇതിൻ്റെ തൊലി മാത്രമാണ് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കായയുടെ ഒരു പോർഷൻ നമുക്ക് വേറെ എന്തെങ്കിലും കറിക്കോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പണ്ട് കാലങ്ങളിലൊക്കെ ചിപ്സൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള തൊലിയാണല്ലോ സാധാരണ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുക്കാം. ഈ പൊളിച്ചെടുത്ത തൊലി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആവുണ്ടാവും. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം പൊളിച്ചെടുക്കാം കേട്ടോ. വെള്ളത്തിലിട്ട് കൊടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും കളർ മാറും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം ആദ്യം. അതിനുശേഷം നല്ല തിന്നായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടല്ല സാധാരണ ഇത് നമ്മൾ മുറിച്ചെടുക്കാം. പിന്നെ മുറിക്കുമ്പോൾ അതായത് ഒരുപാട് ബ്ലാക്ക് കളറിലുള്ള തൊലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മുറിച്ച് മാറ്റാം കേട്ടോ. ഇനി ഇത് നമുക്ക് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവും. എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ, അതിനുശേഷം കാണിക്കാം. ഇനി ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്തിയെടുത്ത വൻപയറില്ലേ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച കായത്തൊലിയും കൂടിയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പയർ ഞാൻ സോക്ക് ചെയ്തെടുത്ത കാരണം ഞാൻ കായത്തൊലിയും പയറും കൂടി ഒരുമിച്ച് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ പയർ കുതിർത്തി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പയർ ഒന്ന് വേവിച്ചെടുക്കാന്ന് വെച്ചാൽ ഒരു 3/4 ഭാഗത്തോളൊക്കെ വേവിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് കായത്തൊലി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഞാനിപ്പോൾ 1 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണല്ലോ വേണ്ടത്. പിന്നെ നമ്മളിതിപ്പോൾ പ്രഷർ കുക്കറിലും അല്ലേ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പയർ നന്നായിട്ട് തന്നെ സോക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അല്ലാതെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാം. പക്ഷേ പ്രഷർ കുക്കറിലാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണെന്ന് മാത്രം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുക്കണ പയറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചില പയർ വെന്ത് വരാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷേ കായത്തൊലി വെന്ത് വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. 1 വിസിലൊക്കെ മതി. 1 വിസിലല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം 2 വിസിലായാലും കുഴപ്പമൊന്നുമില്ല. വെന്ത് ഉടഞ്ഞൊന്നും പോവില്ല കായത്തൊലി. അടച്ചു വയ്ക്കാം. ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ഇത് കുക്കായിട്ട് വന്നോളൂ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പയറും ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല. കായത്തൊലിയും കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പയറും കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് കാച്ചിയെടുക്കണം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി കുറച്ചധികം ചേർക്കുമ്പോൾ തന്നെയാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്, അതായത് ചതച്ച മുളക്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള ചില്ലി ഫ്ലേക്സ് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഉള്ളി നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോഴേക്കും ഈ ചതച്ച മുളകില്ലേ ഇതിൻ്റെ പച്ചമുളക് നന്നായിട്ട് തന്നെ മാറി വരും. ഇപ്പം കണ്ടില്ലേ ഉള്ളി നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇതുപോലെ ക്രിസ്പി ആയിട്ട് വരണുണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത കായത്തൊലിയും പയറും അത് ചേർത്ത് കൊടുക്കുക. ഈ കായത്തൊലിയും പയറും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉള്ള വെള്ളം, അതായത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ കാര്യമായിട്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് ഉള്ള വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു കറി ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് മിക്സായിട്ട് വരാം. ഈ ഉള്ളി എല്ലായിടത്തേക്കും ആയി വരണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായത്തൊലിയും പയറും ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ തന്നെ നന്നായിട്ട് തന്നെ വരും. ഈ ഒരു കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് ചേർക്കണ ആ ചെറിയുള്ളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.